ബ്രേക്ക്ഫാസ്റ്റിന് മസാലദോശ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? അതിൻ്റെ കൂടെ 2 വെറൈറ്റി ചമ്മന്തി കൂടി ആയാലോ? സൂപ്പർ അല്ലേ? എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ബട്ട് എലഗൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മസാലദോശയ്ക്കുള്ള മസാലയ്ക്കായി കുറച്ച് സാധനങ്ങൾ കരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ്. അരിഞ്ഞപ്പോൾ ഏതാണ്ട് 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതൊരു 4 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെക്കാം. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഏതായാലും മസാല ദോശയ്ക്കൊരു മസാല മണമൊക്കെ വേണമല്ലോ. ഒരു 3-4 കഷ്ണം പട്ട, 3 ഏലക്ക, 4-5 ഗ്രാമ്പൂ, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ ചൂടാക്കുക. എല്ലാം നല്ലൊരു മൂത്ത മണം വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നല്ലപോലെ വഴറ്റുക. ഒന്ന് നല്ലോണം വാടി വരുമ്പോൾ അല്പം വെള്ളം ചേർക്കാം. എന്നാലേ നമ്മുടെ മസാല ദോശയ്ക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചെറിയ തീയിൽ വെച്ചാൽ മതി. ആ സമയം കൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരുന്നത് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇത് 5 ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചതാണ്. ചെറിയ ചൂടോട് കൂടിയാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ സവാള വെന്തിട്ടുണ്ടാവും. സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട്. എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്യണം. ഇതിൽ ഞാൻ കടുക് വറുത്തിട്ടില്ല. അതെനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കടുക് ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ വഴറ്റാം. ഏതായാലും നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയിൽ കടുക് വറുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. മസാല ഇതുപോലെ അല്പം മോയിസ്റ്റ് ആയിരിക്കണം, വല്ലാതെ ഡ്രൈ ആയി പോകരുത്. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ഞാൻ അല്പം തേങ്ങ ഒരു മിക്സിയുടെ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിലേക്ക് 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 5 പച്ചമുളക് ഇടുന്നുണ്ട്. എരിവനുസരിച്ച് കുറയ്ക്കാം നിങ്ങൾക്ക്. ഇത് കുറച്ച് പുതിനയിലയാണ്, നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഈ പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മനസ്സിലായല്ലോ, നമ്മളുണ്ടാക്കുന്ന ഒരു പുതിന ചമ്മന്തിയാണ്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ഈ മസാല ദോശയ്ക്ക് ഇതൊരു നല്ല കോമ്പിനേഷനാണ്. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, വളരെ കട്ടയല്ല, എന്നാൽ ഒരുപാട് ലൂസുമല്ലാത്ത ഒരു ചമ്മന്തിയാണ്. ഇനി അടുത്ത ചമ്മന്തിക്കായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല. ഇതിലേക്കൊരു 1/4 കപ്പ് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 പച്ചമുളക്, 3 കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണമാണ്, 2 വെളുത്തുള്ളി, ഇത്രയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക. ഇത് ഉപ്പില്ലാത്ത കപ്പലണ്ടിയാണ്. ഇതുപോലെ തൊലിയില്ലാത്ത കപ്പലണ്ടിയും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പച്ചമുളക് ഇതുപോലെ പൊള്ളി കൊമളയായിട്ട് വരും. ആ സമയത്ത് തീ ഓഫ് ചെയ്യുക. ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു ചെറിയ കഷ്ണം പുളിയും ഇട്ട് കൊടുക്കാം. പുളി നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല ചമ്മന്തിയിൽ, എന്നാലും അതൊരു ടേസ്റ്റാണ്. അല്പം വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കുക. ഇപ്പോൾ ഒരു സൂപ്പർ കപ്പലണ്ടി ചമ്മന്തി ആയിട്ടുണ്ട്. ഇത് വറുത്തിടാതെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ബ്രെഡിനൊക്കെ സ്പ്രെഡായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും, ഹെൽത്തിയുമാണ്. ഇനി നമുക്ക് 2 ചമ്മന്തി ഒന്ന് താളിക്കാം. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരല്പം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല.
ഇതൊന്ന് നല്ലപോലെ മൂപ്പിച്ച ശേഷം നമ്മുടെ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 സൂപ്പർ ടേസ്റ്റി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മസാല ദോശയുടെ കൂടെ ആണെങ്കിലും സാധാരണ ദോശയുടെ കൂടെ ആണെങ്കിലും നിങ്ങൾ ഈ ചമ്മന്തി റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ചമ്മന്തി 2 റെഡിയായി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശക്കല്ല് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയാണ്. സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. മുകളിലും ഒരല്പം നല്ലെണ്ണയോ നെയ്യോ ഏതാണ് നിങ്ങളുടെ ചോയ്സ് അതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിടുക. വല്ലാതെ ബ്രൗൺ ആവാൻ നിൽക്കണ്ട, കാരണം നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്ത് വരുമ്പോഴേക്കും കറക്റ്റ് ആയിക്കോളും. ഈ ഒരു പാകമാകുമ്പോൾ നമ്മുടെ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നല്ലപോലെ വെന്ത ഉരുളക്കിഴങ്ങായതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഒട്ടും ഡ്രൈയുമല്ല. ഇനി ദോശ മടക്കിയെടുക്കാം. 2 സൈഡും ഒന്ന് തിരിച്ചിടുകയും ചെയ്യും. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ക്രിസ്പി മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഈ 2 ചമ്മന്തിയും കൂട്ടി ഈ മസാല ദോശ കഴിക്കാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവുമല്ലോ. ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.